പെപ്പ എന്നതിന്റെ പേരിന്റെ അർത്ഥം ജോസഫ് എന്നാണ്. കാര്യം യേശുക്രിസ്തുവിന്റെ അപ്പന്റെ പേരാണ്. പിന്നെ ഞാൻ അൾത്താർ സംഘത്തിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ മാതൃകാ പുരുഷന്മാരെന്ന് പറഞ്ഞാൽ ന്യൂ സ്റ്റാർ ടീമിലെ ഈ ചേട്ടന്മാരായിരുന്നു. കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ചേട്ടനായിരുന്നു, ബാബുജി. എവിടെ പോയി കളിച്ചാലും കപ്പുമായിട്ടാണ് ഈ ചേട്ടന്മാര് തിരിച്ചു വരാറുള്ളത്. കളിച്ചു വാങ്ങിയേക്കാൻ കൂടുതൽ ഇടിച്ചാണ് വാങ്ങിയേക്കണെന്ന് മാത്രം. പള്ളിപ്പെരുന്നാളിന് പ്രദക്ഷിണം നിയന്ത്രിക്കുന്നത് ഈ ചേട്ടന്മാരായിരിക്കും. ടൗൺ കപ്പേള പെരുന്നാളിന്റെ ഗാനമേളയ്ക്ക് ഇവര് ഡാൻസ് കളിച്ചാൽ മാത്രം ആരും ഒന്നും പറയില്ല. പറഞ്ഞാൽ നല്ല ഇടി കിട്ടും. മുനിസിപ്പൽ ചെയർമാനും ഇറച്ചി ഉറുക്കി കൊടുക്കാത്ത മാർക്കറിൽ ഇറച്ചി കിട്ടാറ് ഈ ചേട്ടന്മാർക്ക് ഇറച്ചി ഉറുക്കി കൊടുക്കും. പാരീസ് ഹോട്ടലിൽ നെയ് റോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബീഫിന്റെ ഗ്രേവി ഫ്രീ ആയിട്ട് കൊടുക്കും. ചിലപ്പോൾ 2-3 പീസും കാണും. അങ്കമാലിയിലെ പല അടിപിടി കേസുകളും കോംപ്രമൈസ് ചെയ്യണത് ഈ ചേട്ടന്മാരായിരിക്കും. ആകെ മൊത്തം അങ്കമാലില് ഒരു ടീം എന്ന് പറഞ്ഞാ ഈ ചേട്ടന്മാരായിരുന്നു. നമുക്കൊരു ടീം ഉണ്ടാക്കണം. എന്ത് ടീം? എടാ ന്യൂ സ്റ്റാറിലെ ചേട്ടന്മാരെ പോലത്തെ ഒരു ടീം. അപ്പൊ ഞാനില്ലേ? എന്ത് ചോദ്യടാ, നീയല്ലേ എന്റെ സെലക്ഷൻ നമ്പർ 1. അപ്പൊ നമ്മള് പൊളിക്കും. പിന്നല്ല തന്നത് ഓടാ. ഈ മാങ്ങ ഉണ്ടല്ല, അമ്മിക്കല്ല് വെച്ച് ചതച്ചിട്ട് ആ മാങ്ങന്റെ അടുത്ത് വേണം. എന്നിട്ട് ഉപ്പും മുളകിട്ട് ഒരു പിടി പിടിച്ചാണ്ടില്ല, സൂപ്പർ ആയിരിക്കൂടാ. പെടച്ചാലാ അങ്കമാലിലെ ഏറ്റവും ഉഗ്രം പൊറോട്ടയും ബീഫ് ഫ്രൈയും പാരീസ് ഹോട്ടലിലാണെന്നും ഓംലേറ്റ് കുഞ്ചുവിന്റെ തട്ടുകടയിലാണെന്നും ബിരിയാണി കലക്കൻ തച്ചിരി ഹോട്ടലിലാണെന്നും ഈ പ്രായത്തിലെ കണ്ടുപിടിച്ച പോർക്ക് വർഗി കൂടി ചേർന്നോടെ ടീം ഒന്ന് കൊഴുത്തു. അവിടെ നേരെ പോയതാ. അപ്പൊ വളവൊക്കെ അപ്പം വന്നോളക്കോ ചേട്ടോ? ഈ സ്റ്റീറിംഗ് ചേട്ടൻ അമ്മയ്ക്ക് ഊഞ്ഞെല്ലാം വെച്ചേക്കണതൊന്നല്ല, അത് പിടിച്ച് തിരിച്ചാ മതി. ആകാശത്തേക്കോടെ പോണ റോക്കറ്റ് തോട്ടിട്ട് പിടിച്ച് ആസനത്തിൽ വെച്ച് പൊട്ടിക്കാന്ന് കേട്ടണ്ട. ദേ ഇതാണ് ഐറ്റം ധീമൻ, എന്റെ ടീമിലെ അടുത്ത സെലക്ഷൻ. മാട്ടിൻകപ്പലയുടെ വരവോടെ അങ്കമാലിയിൽ ഒരുപാട് പേരുടെ മക്കൾക്ക് മാട്ടിന്ന് പേര് വീണു. ഗുജാൻ മാട്ടി, തമ്പോറ് മാട്ടി, പെട്രോ മാട്ടി, പുന്നാരി മാട്ടി, കോക്കി മാട്ടി, ഒറ്റപ്പല്ലം മാട്ടി, ഡാർലിംഗ് മാട്ടി, ചിപ്പി മാട്ടി, സ്റ്റൈൽ മാട്ടി, ഡിസ്കോ മാട്ടി, കൊത്തക്ക മാട്ടി. എന്തിനു പറയണു, മാട്ടിമാരെ തട്ടിയിട്ട് അങ്കമാലിൽ നടക്കാൻ പറ്റാണ്ടായി. അങ്ങനെ ഞങ്ങളുടെ ടീമിലും വന്നു 2 മാട്ടിമാര്, കണകുട മാട്ടിയും പരിപ്പ് മാട്ടിയും. ചക്കാട്ടി കൊച്ചിറക്കിച്ചാന്റെ വീട്ടിൽ നിന്ന് റബ്ബർ ഷീറ്റും ചാതിപത്രി അടിച്ചു മാറ്റി പുള്ളിയുടെ കടയിൽ തന്നെ കൊണ്ടുപോയി വിൽക്കാൻ. സുലുവിന്റെ കുളിസിയും കാണാൻ, വിനോദ് തിയേറ്ററിലെ പടം കാണാൻ, അങ്ങനെ എല്ലാ പരിപാടികൾക്കും ഞങ്ങൾ ഒറ്റക്കെട്ടായിരുന്നു. ഒരു കാര്യത്തിന് ചോദിച്ച് തട്ടാൻ സതീഷേന്റെ മോള് സീമ സതീഷ്. എടാ ഞാൻ സീമേനെ തന്നെ കെട്ടാൻ തീരുമാനിച്ചു. ഞാനും ഞാനും എന്നാ പിന്നെ ഞാനും ഞാനും എന്നാ ഞാനും. ഇത് ലില്ലി, ലിനുവിന്റെ ചേച്ചിയാണ്. ഞങ്ങളെക്കാളും ഒരു 3 വയസ്സ് മൂപ്പാണ്.
ലില്ലിയും ചേച്ചിയോട് ചേർത്ത് ഞങ്ങളെല്ലാവരും ലിച്ചിന്നാണ് വിളിക്കണേ. നീ അധികം ചിരിക്കണ്ടട്ടാ, നിന്റെ അമ്മയോട് ഞാൻ പറയണ്ട്. ഒന്ന് പോലിച്ചി. അങ്ങനെ വർക്കിയും ഭീമനും കണകുണയും പരിപ്പും ഒക്കെ ചേർന്ന് ടീം ഒന്ന് സെറ്റായി വന്നപ്പോഴാണ് ലിനുവിന്റെ പപ്പയ്ക്ക് സ്ഥലം മാറ്റം കിട്ടിയത്. എടാ ചണ്ഡീഗഡിലേക്ക് എത്ര ദിവസം ട്രെയിനിലിരിക്കണം? എടാ ഞങ്ങളിപ്പോ നാളെ ഉച്ചക്ക് കയറിയാല് 3-ാം ദിവസം രാവിലെ ആവുമ്പോ എത്തും. ആണോ? എടാ ലിച്ചി അവിടെ ഇപ്പൊ എന്ത് ചെയ്യും? ലിച്ചിക്ക് അവിടെ ഒരു മിലിറ്ററി കോളേജില് നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടുമെന്ന് പറഞ്ഞിരിക്കണേ. ആ അപ്പൊ നീയോ? ഞാനവിടെ ചെന്ന് പഞ്ചാബിയൊക്കെ പഠിച്ച്